Hi all, welcome back to Career Vein Updates. പ്ലസ് ടുവിന് ശേഷം ടീച്ചറാകുവാനാണ് ആഗ്രഹം. അപ്പോൾ ഏത് കോഴ്സാണ് പ്ലസ് ടുവിന് ശേഷം ഇപ്പോൾ പഠിക്കൽ നല്ലത്? ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു സംശയമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്ലസ് ടുവിന് ശേഷം ടീച്ചറാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പ്ലസ് ടു കഴിഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ ഈ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു ടൈം. കാരണം നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം ഏത് കരിയറാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ? കാരണം ഒരുപാട് സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. അതേപോലെ തന്നെ ഒരുപാട് കോഴ്സ് പല മേഖലയിലും ഒരുപാട് കോഴ്സുകൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന, ടൈം വേസ്റ്റ് ചെയ്യാതെ, ഫ്യൂച്ചർ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് കൊണ്ടുള്ള ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള കരിയർ ഏതാണ് അത് ഫൈൻഡ് ചെയ്യലാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും കോഴ്സ് ആർക്കു വേണ്ടിയിട്ട് പഠിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഒരിക്കലും വരരുത്. അതുകൊണ്ട് ഈ സമയം നിർബന്ധമായിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയും ആ ഒരു കോഴ്സിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതും നിങ്ങളിപ്പോൾ തന്നെ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. സാധാരണ പറയുന്നത് പോലെ തന്നെ കരിയർ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കരിയർ മേഖലയിൽ പ്രവർത്തിക്കുന്നതോട് കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു വഴി ചൂസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ ചോദിച്ചാണ് ടീച്ചറാകുവാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള കോഴ്സ് ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിലൂടെ പോകാം. ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹമാണ് മികച്ചൊരു ടീച്ചറാകുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, കേവലം ഒരു ടീച്ചർ എന്ന പേര് മാത്രം വരുത്താതെ ഏറ്റവും മികച്ച, കാരണം നമുക്ക് ഫ്യൂച്ചർ കൂടി നമ്മൾ കണ്ട് ഏറ്റവും മികച്ച ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരു ടീച്ചർ ആവുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. കാരണം പല കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എളുപ്പത്തിൽ ടീച്ചറാകുവാനുള്ള കോഴ്സുകൾ, ഇന്നേ കോഴ്സ് എടുത്ത ടീച്ചറാകാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു ടീച്ചറാകുവാൻ ആ ടീച്ചർക്ക് എന്തൊക്കെയായിരിക്കണം ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ 2030 നമ്മുടെ രാജ്യത്ത് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരികയാണ്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ തന്നെ പല യൂണിവേഴ്സിറ്റികളും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ എന്നുള്ള ഒരു തസ്തിക എന്ന് വെച്ചാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു നിസ്സാരമായ ക്വാളിഫിക്കേഷൻ അല്ല വേണ്ടത്, നല്ല ക്വാളിഫിക്കേഷനുള്ള നല്ല കഴിവുള്ള ഒരു അധ്യാപകരാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും മികച്ച കോഴ്സ് തന്നെയാണ് നമ്മൾ ടീച്ചിങ് മേഖലയിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടീച്ചിങ്ങിനെ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ജസ്റ്റ് 3-4 കാറ്റഗറിയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും ഹൈ ലെവലുള്ള ടീച്ചർ, അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ, അതായത് ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കോളേജ് ലെവലുള്ള ടീച്ചിങ് തസ്തിക. അതായത് നമ്മൾ കോളേജ് ലെക്ചർ എന്ന് പറയും, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇങ്ങനെയാണ് അതിൻ്റെ തസ്തിക വിളിക്കാറുള്ളത്. അപ്പോൾ അതായത് ഒരു കോളേജ് ലെവലിൽ ലെക്ചർ ആവുക എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ, കാരണം നിങ്ങൾക്കറിയാം ഡിഗ്രി മുതൽ PG വരെ, ഡിഗ്രി PG തുടങ്ങിയ പ്രധാനപ്പെട്ട, അതായത് ഡിഗ്രി PG ഏറ്റവും ഹൈ ലെവലുള്ള തസ്തികയിലോട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ടീച്ചറാണെങ്കിൽ, അതായത് കോളേജ് ലെവലിൽ അധ്യാപകരാകുക എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ ലെവലിലെയും കൃത്യമായിട്ട് ഏറ്റവും താഴെയുള്ള LP വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഓരോന്നും നിങ്ങൾ കേട്ടതിന് ശേഷം ഏറ്റവും അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒരു കോളേജ് ലെവലിലോട്ട് ടീച്ചർ ആകണമെങ്കിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ചെയ്യേണ്ടത്, പ്ലസ് ടുവിന് ശേഷം ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണോ, ചില വിദ്യാർത്ഥികൾക്ക് ലാംഗ്വേജ് നല്ല ഇഷ്ടമായിരിക്കും, അതായത് ഇംഗ്ലീഷ് ഇഷ്ടമുള്ള വിദ്യാർത്ഥികളുണ്ടാവും. ഇനി മറ്റു ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി, അറബിക്ക്, ഉറുദു, സംസ്കൃതം ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ ഇഷ്ടമുള്ള വിദ്യാർത്ഥികളുണ്ടാകും. ഇനി ചില വിദ്യാർത്ഥികൾ ഏതെങ്കിലും സബ്ജക്റ്റ്, അതായത് ആർട്സ് വിഷയമായിട്ടുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ഇനി അല്ലെങ്കിൽ കൊമേഴ്സിലെ വിദ്യാർത്ഥികളാണെങ്കിൽ BCom,
BBA, ഇതിലെ സയൻസാണ് BSc കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇങ്ങനെയുള്ള ഓരോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണോ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡിഗ്രി എടുക്കുക. ശേഷം ഡിഗ്രിക്ക് ശേഷം അതായത് 3 വർഷത്തെ ഡിഗ്രി ആയിരിക്കും. ഇപ്പം നിലവിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മാറ്റം വരികയാണ്. 3 വർഷം എന്നുള്ളത് 4 വർഷമാക്കിയിട്ട് അത് 1 വർഷം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി വരുന്ന രീതിയിലാണ്. അതൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ 3 വർഷത്തെ ഡിഗ്രി, അതേപോലെ തന്നെ അതിന് ശേഷം 2 വർഷത്തെ PG നമ്മൾ പഠിക്കുക. അപ്പോൾ PGയുടെ കൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫൈനൽ ഇയർ ആകുന്ന സമയത്ത് അതായത് കോളേജ് ലെക്ചർ ആവാൻ വേണ്ട അടിസ്ഥാന ക്വാളിഫിക്കേഷനായിട്ടുള്ള നെറ്റ് എക്സാം, അതായത് PGയുടെ കൂടെ നെറ്റ് എക്സാം. നെറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് PG ഉള്ള എല്ലാ വിദ്യാർത്ഥികളും ജസ്റ്റ് കോമൺ ആയിട്ടൊരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. അത് നോർമലായിട്ട് ഒരു എൻട്രൻസ് എക്സാം പോലെയാണ്. 6 മാസം കൂടും, എല്ലാ വർഷത്തിലും 6 മാസം കൂടും. അതായത് 2 പ്രാവശ്യം UGC നെറ്റ് എക്സാം വിളിക്കും. അതായത് നമ്മൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ആ UGC നെറ്റ് എക്സാം നമ്മൾ ജസ്റ്റ് എഴുതിയിട്ട് ഈ PGയുടെ കൂടെ തന്നെ പാസ്സായി കഴിഞ്ഞാൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് കോളേജ് ലെക്ചർ എന്നുള്ള പോസ്റ്റിലേക്ക് എത്തുവാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ ഈ PGക്ക് ശേഷം നമുക്ക് പ്രൊഫസർ, അതായത് ഏറ്റവും കോളേജിൽ തന്നെ ഏറ്റവും ഉന്നതിയുള്ള ആകുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ PGക്ക് ശേഷം നമുക്ക് PhD എന്ന് പറയുന്ന കോഴ്സ് കൂടി എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ PhD എന്താ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. PGക്ക് ശേഷം നോർമലായിട്ട് നമ്മൾ ഫുൾ ടൈം PhD ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2-3 വർഷമാണ് PhDയുടെ ടൈം. ഇതിനകത്ത് PhD എന്ന് പറയുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാം, ഫുൾ ടൈം ആയിട്ടും ചെയ്യാം. അപ്പോൾ അത് PGക്ക് ശേഷം ഈ രീതിയിൽ പ്രൊഫസർ ആകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് ഡോക്ടർ എന്നുള്ള പേര് കൂടി നമുക്ക് ലഭിക്കുന്ന രീതിയിൽ ഡോക്ടറേറ്റ് ലഭിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കോഴ്സാണ് PhD. അപ്പോൾ PGക്ക് ശേഷം കോളേജ് ലെക്ചറൊക്കെ ആകുവാൻ താല്പര്യമുള്ളത് ഈ കോഴ്സ് കൂടി ചെയ്തിട്ട് ഏറ്റവും മികച്ച കോളേജ് അധ്യാപകരാകുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ കോളേജ് ലെക്ചർ ആകുവാൻ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി, PG, UGC നെറ്റ് പാസ്സാവുന്നു. ശേഷം നിങ്ങൾ PhD കൂടി എടുത്ത് കോളേജ് ലെക്ചർ ആകുവാൻ കോളേജ് ലെക്ചർ തസ്തിയിലോട്ട് പോകുന്നു. ഇതാണ് ഒരു കോളേജ് ലെക്ചർ ആവുക എന്നുള്ള പ്രധാനപ്പെട്ട ആകുവാനുള്ള യോഗ്യത. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടും പിന്നിൽ ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട തസ്തിക നമുക്ക് തൊട്ടതായി നമുക്ക് പരിശോധിക്കാം. ഹയർ സെക്കൻഡറി. നിങ്ങൾക്കറിയാം +1, +2 നിങ്ങളിപ്പോൾ പഠിച്ച ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഈ 3 ഇനി ചില സ്ഥാപനം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ എന്നാൽ നോർമലായിട്ട് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് നമുക്ക് ആര് കാറ്റഗറി എടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഒരു +2 അധ്യാപകരാകുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. അപ്പോൾ +2വിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഡിഗ്രി പഠിക്കുന്നു, ശേഷം PG പഠിക്കുന്നു, അതിന് ശേഷം B.Ed പഠിക്കുന്നു. ഇതാണ് ഒരു +2 ടീച്ചറുടെ ക്വാളിഫിക്കേഷനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നേരത്തെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം നമ്മുടെ സംസ്ഥാനത്തും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നാക്കുകയാണ്. ഇതുവരെ നമുക്ക് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചർ വേറെ, ഹയർ സെക്കൻഡറി ടീച്ചർ വേറെ, ഇങ്ങനെ 2 കാറ്റഗറി ആയിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ടുള്ള അതായത് ഈ അക്കാഡമിക്കിൽ തൊട്ടടുത്ത അക്കാഡമിക്ക് മുതൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നാക്കുമ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ ഒരേ ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും അതായത് 8ാം ക്ലാസ് മുതൽ +2 വരെ ടീച്ചർ ആകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി, ശേഷം 2 വർഷത്തെ PG, ശേഷം 2 വർഷത്തെ B.Ed. ഇതാണ് നിലവിലത്തെ ക്വാളിഫിക്കേഷൻ. എന്നാൽ നിലവിൽ ഇൻ്റഗ്രേറ്റഡ് B.Ed ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കും ഇൻ്റഗ്രേറ്റഡ് B.Ed എടുത്ത ഡിഗ്രിയുടെ കൂടെ തന്നെ പഠിച്ചൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ സിസ്റ്റം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അക്കാഡമിക്കും ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത അക്കാഡമിക് ഇയർ തൊട്ട് പഠിക്കുന്നവർക്ക് ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. പക്ഷേ ഈ വർഷം പഠിക്കുന്നവർക്കും ഈ രീതിയിലെ നോർമൽ സിസ്റ്റം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് അപ്ഡേറ്റ് വരികയാണെന്ന് തീർച്ചയായും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിൽ ടീച്ചറാകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യാം. സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള സബ്ജക്റ്റ് തന്നെ ചൂസ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് നോക്കിയിട്ട് ആ സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രിയും PGയും 2 വർഷത്തെ B.Edഉം അതിൻ്റെ കൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ നെറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സെറ്റ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. അത് B.Ed പഠിക്കുമ്പോൾ B.Ed സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് സെറ്റ് എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. അത് ജസ്റ്റ് കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 തവണ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. ആ സെറ്റ് എക്സാം നിങ്ങൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് പാസ്സായാൽ നിങ്ങൾക്ക് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി നിങ്ങൾക്ക് ടീച്ചറാകുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ ടീച്ചിങ്ങിൻ്റെ സാധ്യത അതൊക്കെ നമുക്ക് അതും കൂടി ഞാൻ ലാസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്താം. നിങ്ങൾ കൃത്യമായിട്ട് അവസാനം വരെ കേൾക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈസ്കൂൾ പറഞ്ഞു, ഹയർ സെക്കൻഡറി പറഞ്ഞു. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിഗ്രി എടുക്കുക, ആ വിഷയത്തിൽ തന്നെ നിങ്ങൾ PG എടുക്കുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട് B.Ed എടുക്കുക. B.Ed എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയം നിങ്ങൾക്ക് അറിയാം. അതായത്
ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഞാൻ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ബയോളജി, ജിയോളജി, ബോട്ടണി പോലെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന നാച്ചുറൽ സയൻസ് എടുക്കാം. ഇനി സോഷ്യൽ സയൻസ് എടുക്കാം. അതായത് സോഷ്യൽ സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ നോർമലായിട്ടുള്ള സോഷ്യൽ സയൻസ്, അത് ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് എടുക്കാൻ വേണ്ടി B.Ed സോഷ്യൽ സയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റു ലാംഗ്വേജിൽ അതത് ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ പഠിക്കുക, ഡിഗ്രി PG പഠിക്കുക, ശേഷം ആ ലാംഗ്വേജിൽ തന്നെ B.Ed എടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സബ്ജക്റ്റിൽ നിങ്ങൾ ഡിഗ്രിയും PGയും B.Edഉം എടുക്കണം. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിൻ്റെ തൊട്ടതായി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ UP ലെവൽ വരാം. ഇപ്പോൾ ഒരു UP സ്കൂളാണ് പഠിപ്പിക്കാൻ ആഗ്രഹമെങ്കിൽ നിലവിൽ UP സ്കൂളിലെ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന B.Ed തന്നെ നിർബന്ധമാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം, അത് PG നിർബന്ധമല്ല, നിങ്ങൾ +2 ശേഷം ജസ്റ്റ് ഡിഗ്രി എടുക്കുക. ഡിഗ്രി എടുത്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് 2 വർഷത്തെ B.Ed എടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റോ അല്ലെങ്കിൽ കേട്ടറ്റ്, അതായത് കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാമാണ് UP ലെവലിൽ, അതായത് നിങ്ങൾക്ക് ടീച്ചറാകുവാൻ ആവശ്യമായിട്ടുള്ള ഈ B.Edൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള യോഗ്യത. അപ്പോൾ B.Edൻ്റെ കൂടെ കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാം കൂടി പാസ്സായി കഴിഞ്ഞാൽ ഒരു UP ലെവൽ ടീച്ചറാകുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതായത് ജസ്റ്റ് ഒരു ഡിഗ്രി, ഇഷ്ടമുള്ളൊരു ഡിഗ്രി എടുക്കുക, ശേഷം 2 വർഷത്തെ B.Ed എടുത്തു കഴിഞ്ഞാൽ UP ലെവലിൽ നിങ്ങൾക്ക് ടീച്ചറാകാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ബെറ്റർ ടീച്ചറാകുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നിർബന്ധമായിട്ടും PG കൂടി ചെയ്യുക. കാരണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ B.Ed എന്ന് പറയുമ്പോൾ PG കൂടി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ഒരു ടീച്ചറാകുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അതായത് ജസ്റ്റ് ഡിഗ്രിയും B.Edഉം ഉണ്ടെങ്കിൽ UP നിങ്ങൾക്ക് ടീച്ചറാകുവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത നമുക്ക് നേരെ അതിൻ്റെ താഴെ കാറ്റഗറി പോകാം, LP ലെവൽ. കാരണം ചില വിദ്യാർത്ഥികളൊക്കെ എളുപ്പത്തിൽ ഒരു LP ലെവൽ ടീച്ചറാകുവാനാണ് ആഗ്രഹം. അതായത് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ആഗ്രഹം, അതായത് 1 മുതൽ 5 വരെ അല്ലെങ്കിൽ 1 മുതൽ 4 വരെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു യോഗ്യത മാത്രമാണ് എനിക്ക് വേണ്ടത്. അതായത് എനിക്ക് എളുപ്പത്തിലൊരു ടീച്ചറാകണം. അങ്ങനെയാണെങ്കിൽ ഏത് കോഴ്സാണ്? അപ്പോൾ നിലവിൽ 1 മുതൽ, അതായത് LP ലെവൽ, അതായത് 1-4 മുതൽ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യതയാണ് +2 ശേഷം DLED എന്ന് പറയുന്നത്. അത് TTC എന്ന് വിളിക്കുന്ന കോഴ്സാണ്, അതല്ലെങ്കിൽ DLED എന്ന് പറയുന്ന കോഴ്സാണ്. ഇതും അതായത് +2 ശേഷം ജസ്റ്റ് ഡയറക്റ്റായിട്ട് 2 വർഷത്തെ കോഴ്സാണ്, 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. ഈ ഡിപ്ലോമ കോഴ്സ് 2 വർഷത്തെ നിങ്ങൾ DLED എന്ന്, അതായത് ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിലവിൽ LP സ്കൂൾ ടീച്ചറാകുവാൻ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ മതിയാവുന്നതാണ്. അപ്പോൾ അതായത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടറ്റ് എന്ന് പറയുന്ന, അതായത് കേട്ടറ്റ് നേരത്തെ പറഞ്ഞ 2 ആണ് പറഞ്ഞത്. ഈ പറഞ്ഞ കേട്ടറ്റ് പല കാറ്റഗറി ഉണ്ട്. UP സ്കൂൾ പഠിപ്പിക്കാൻ കേട്ടറ്റ് 2 മതി. ഇനി അതേപോലെ തന്നെ LPയിലാണെങ്കിൽ കേട്ടറ്റ് 1 മതി. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടതിനും ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ LP ലെവൽ DLED എന്ന് പറയുന്ന കോഴ്സാണ്. ഇനി അതേപോലെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഒരു പക്ഷേ മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും LPയിലും ക്വാളിഫിക്കേഷൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. അത് 2030 ശേഷമാണ് അത്തരത്തിൽ അപ്ഡേറ്റൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. നിലവിൽ ഇത് തന്നെയാണ് ക്വാളിഫിക്കേഷൻ LP ലെവൽ. ഇനി ഇതിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ നോർമലായിട്ടുള്ള പ്രീ പ്രൈമറി ക്ലാസ്സുകൾ, LKG UKG ഒക്കെ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അത് ഗവൺമെൻറ് തലത്തിലല്ല, കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൈവറ്റ് തലങ്ങളിൽ. ഗവൺമെൻറ് LP സ്കൂളിൽ തന്നെ പ്രൈവറ്റ് വിഭാഗത്തിലായിട്ട് LKG UKG ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഏറ്റവും നോർമലായിട്ട് പ്രൈവറ്റ് എന്ന് പറയുന്ന ഏറ്റവും നോർമലായിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് ടീച്ചർ ആകണമെങ്കിൽ നോർമലായിട്ടുള്ള PPTs എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ്. അത്തരത്തിലൊരു PPTs കോഴ്സ് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് തലത്തിലല്ല, ശ്രദ്ധിക്കുക, ജസ്റ്റ് നോർമൽ വെറുതെ ഒരു നമ്മുടെ നാട്ടിലെ ഒരു LKG UKG ഒരു പ്രൈവറ്റ് അത്തരത്തിലൊരു സ്ഥാപനത്തിൽ ഒരു ടീച്ചിങ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും ലോ ലെവൽ +2 ശേഷം PPTs എന്ന് പറയുന്നൊരു കോഴ്സ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഓരോ കോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. കൂടുതൽ സംശയങ്ങൾ നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു +2 ശേഷം ടീച്ചറാകുവാൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട കോഴ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുക, ഞാൻ ഏത് വിഭാഗത്തിൽ ടീച്ചറാകണം, അങ്ങനെയാണ് എനിക്ക് ഡിഗ്രി വേണോ അല്ലെ PG പഠിക്കണോ അല്ലെ B.Ed പഠിക്കണോ, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതോടൊപ്പം പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രിയും PGയും B.Ed ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഒരു ടീച്ചിങ് പ്രൊഫഷൻ നേടിയെടുക്കണമെങ്കിൽ, അത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ടീച്ചർ ആകണമെങ്കിൽ അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കടമ്പയുണ്ട്. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാനത്ത് 4 വർഷത്തിനിടയിൽ കേരള ഗവൺമെൻറ് PSC എക്സാം വിളിക്കും. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നന്നായിട്ട് നിങ്ങൾ പഠിച്ച് അത് പരിശീലിച്ച് നിങ്ങൾ പരീക്ഷ എഴുതി മികച്ച ഏറ്റവും ഉന്നതമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വന്നാലാണ് ഗവൺമെൻറ് തലങ്ങളിൽ നിങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷൻ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇനി മറ്റൊരു വിഭാഗമാണ് ഗവൺമെൻറ് കൂടാതെ എയ്ഡഡ് സ്കൂൾ. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഗവൺമെൻറ് സ്കൂളും ഉണ്ടാകും, എയ്ഡ് സ്കൂളുണ്ടാകും. അപ്പോൾ എയ്ഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ അത് മാനേജ്മെൻറ്റ് നിയമിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ B.Edഉം ഈ പറയുന്ന സെറ്റ് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റിന് നിശ്ചിത പൈസ കൊടുത്ത് നിങ്ങൾക്ക് ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് പൈസ എന്ന് പറയുമ്പോൾ പല മാനേജ്മെൻറ്റ് പല പൈസയാണ് വാങ്ങുന്നത്.
അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഗവൺമെൻറ് നന്നായിട്ട് 4 വർഷത്തിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പൈസയും കൊടുക്കാതെ ഗവൺമെൻറ് മേഖലയിൽ ടീച്ചറാകുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈവറ്റ് മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ നിങ്ങൾ നിശ്ചിത എമൗണ്ട് കൊടുത്ത് നിങ്ങൾ സ്കൂൾ ടീച്ചറാകുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ അനന്തമായ സാധ്യതകളാണ് ടീച്ചിങ് പ്രൊഫഷൻ ഉള്ളത്. അതായത് BEd ഉള്ള ഒരു ടീച്ചറാണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ ശ്രദ്ധിക്കുന്ന കാര്യം BEd എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ടീച്ചറാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്റ്റേറ്റിലെ കേവലം ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ മാത്രം ആശ്രയിക്കാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് വിദേശ രാജ്യങ്ങളിലും നമ്മുടെ സ്റ്റേറ്റിന് പുറത്തും തന്നെ സാധ്യതകൾ നമുക്കുണ്ട്. അതിനൊക്കെ ക്വാളിഫിക്കേഷൻ വേണ്ടത് BEd ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഏറ്റവും മികച്ച സ്റ്റാൻഡേർഡുള്ള ഒരു പ്രൊഫഷനാണ്. അതുകൊണ്ട് ഒരു BEd എന്ന് പറയുന്നൊരു കോഴ്സ് പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വെറുതെ ആവുകയില്ല. പക്ഷേ അത് കൃത്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിക്കണം. വെറുതെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോഴ്സിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു കരിയർ ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് ഇഷ്ടത്തോടെ പഠിക്കുകയും അതിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുവാനും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഏറ്റവും മികച്ച രീതിയിലൊരു കരിയർ ചൂസ് ചെയ്യുവാനും ഫ്യൂച്ചർ നിങ്ങൾ അടിപൊളിയായി നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിക്കുക, പരമാവധി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ പുതിയ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.